ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിന്നൊരു പുതിയ സീരീസാണ് തുടങ്ങാൻ പോകുന്നത്. ഇതിൽ നമ്മൾ എലൈറ്റ് ഹീറോയ്ക്ക് മുതൽ മാസ്റ്റർ വരെയുള്ള ഒരു ജേർണി ആയിരിക്കും ഇടുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഇടവിട്ടായിരിക്കും സീരീസിൻ്റെ ഓരോ എപ്പിസോഡ് ഇടുന്നത്. ഓരോ ദിവസം മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും റാങ്ക് നമ്മൾ കൂട്ടുന്നതായിരിക്കും. ഞാനും ഡെഡ്പൂളും കൂടെ ആയിരിക്കും എല്ലാ ഗെയിമും കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മൾ മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഗെയിമിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഞാൻ ഷോട്ട് ഗണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ റഷ് ചെയ്ത് പോവുമായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ 2 എനിമിയുണ്ട്. ഞാൻ മാക്സിമം ഡാമേജ് എടുക്കാൻ നോക്കി, പക്ഷേ അവരെന്നെ നോക്ക് ചെയ്തു. ടീംമേറ്റ്സ് എല്ലാം നല്ലതായതുകൊണ്ട് തന്നെ നമ്മൾ ആ റൗണ്ട് തോറ്റു. അപ്പോൾ അടുത്ത റൗണ്ടിൽ നമ്മൾ 3 പേര് ഇതുവഴി പോവുമായിരുന്നു. അപ്പോൾ ഒരാൾ സൈഡിൽ കണ്ടു. അപ്പോൾ എനിക്ക് ഡാമേജ് ഒന്നും, ഞാൻ മെഡിക്കറ്റൊക്കെ അടിച്ച് അവനെ തിരിച്ചടിക്കാൻ നോക്കിയിരുന്നു. അപ്പോൾ സൈഡിൽ പെട്ടെന്ന് എനിക്ക് വെടിയുണ്ട്. അവനെ ഹെഡ് അടിച്ചതും എന്നെ സൈഡിൽ നിന്ന് ഒരാൾ നോക്കാക്കി. ഞാൻ റിവൈവായി പെട്ടെന്ന് മറ്റവനെയും വൺ ടാപ്പ് അടിച്ചിട്ടു. അപ്പോൾ അങ്ങനെ ആ റൗണ്ടും നമ്മളെടുത്തു. അപ്പോൾ അടുത്ത റൗണ്ട് പീക്കിലാണ് വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഡ്രാഗനെയൊക്കെ വീഴ്ത്തി സൈഡിലൊരുത്തനെ കണ്ടു, പക്ഷേ അവനെ അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഡ്രാഗൻ്റെ ലൂട്ടൊക്കെ എടുത്ത് എനിമീനെ അടിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ സൈഡിലൊരുത്തനെ കണ്ടു. അവനെ ഞാൻ മാക്സിമം ഡാമേജ് എടുത്ത് നോക്കാക്കി. വേറെ ഒരുത്തനും കൂടെ ഉണ്ടായിരുന്ന അവനെ ഡെഡ് പൂള് വന്നു. അപ്പോൾ ഈ റൗണ്ട് നമ്മളെടുത്തു. അങ്ങനെ അടുത്ത റൗണ്ടിലും നമ്മൾ ആ ഡ്രാഗനെയൊക്കെ വീഴ്ത്തുകയാണ്. നിങ്ങൾ ക്ലാഷ് കോഡ് കളിക്കുമ്പോൾ എല്ലാ റൗണ്ടിലും ഡ്രാഗനെ വീഴ്ത്തി അതിൻ്റെ ലൂട്ട് എടുക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ റഷ് ചെയ്ത് കയറി ചെന്നപ്പോൾ ഒരാളെ കണ്ടു. അപ്പോൾ അവനെ നോക്ക് ചെയ്തതും പിറകേന്ന് അവൻ്റെ ടീംമേറ്റ് എന്നെ അടിച്ചിട്ടു. അപ്പോൾ ബാക്കി നമ്മളെ ടീംമേറ്റ് എല്ലാവരും കൂടെ ആ റൗണ്ട് അങ്ങ് ജയിപ്പിച്ചു. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ട് ഞാൻ ഇവിടെ നിന്ന് റഷ് ചെയ്ത് സൈഡിൽ എനിമിയൊക്കെ വരുന്നുണ്ടെന്ന് നോക്കിയായിരുന്നു. അപ്പോൾ പിറകെ നിന്ന് അടി കിട്ടി. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഒരു ഡ്രാഗൺ ഫ്രീസൊക്കെ എടുത്തെറിഞ്ഞ് അവനെ അങ്ങ് നോക്കാക്കി. അപ്പോൾ സൈഡിൽ വേറെ ഒരുത്തനെ കണ്ട് അവനെ മാക്സിമം ഡാമേജ് കൊടുത്തു. അപ്പോൾ വേറെ അവിടെ നിന്നും അടി കിട്ടി. ഞാൻ ഗ്ലൂ വാളൊക്കെ കവറിട്ടപ്പോൾ പിറകെ നിന്നൊരു ഗ്രനേഡ് വന്നു. അവൻ ഡ്രാഗൺ ഫ്രീസൊക്കെ എറിഞ്ഞ് എന്നെ പിറകെ നിന്ന് ഡാമേജ് എന്ന് എന്നെ നോക്കാക്കി. അപ്പോൾ അടുത്ത റൗണ്ട് ഞാൻ ഇവിടെ റഷ് ചെയ്ത് കയറി ചെന്ന് ഗ്രനേഡിൻ്റെയൊക്കെ കുറച്ച് ഡാമേജ് ഉണ്ട്. അപ്പോൾ ഞാൻ മെഡിക്കറ്റൊക്കെ അടിച്ചിട്ട് കയറി ചെന്ന് എവിടെയെങ്കിലും ആരും കണ്ടില്ല. അങ്ങനെ കുറച്ച് നേരം കറങ്ങിയപ്പോൾ ഒരുത്തനെ കണ്ടു. അങ്ങനെ പിറകെ നിന്ന് ഒരാൾ വരുന്നതുണ്ട്. അവനെ ഞാൻ ഞെക്കി പിടിച്ച് അങ്ങനെ നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡെഡ് പൂള് കയറി ചെന്ന് അവനെ എനിമി നോക്കാക്കി. ഞാൻ ഇവിടെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് അവൻ വെളിയിറങ്ങണമില്ലെന്ന് നോക്കി പിറകിലോട്ടൊന്ന് വലിയാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞതും അവൻ എന്നെ ഹെഡ് അടിച്ചിട്ടു. അപ്പോൾ അങ്ങനെ ആ റൗണ്ട് നമ്മൾ തോറ്റു. അടുത്ത റൗണ്ട് ഞാൻ ഇവിടെ നിന്ന് കയറി. സാധാരണ എല്ലാ റൗണ്ടിലും ഞാൻ ഇവിടെ വന്നിരിക്കാറാണ് പതിവ്. അപ്പോൾ ഇവിടെ അങ്ങനെ എനിമി കണ്ടു. അവൻ ഗ്രനേഡ് എറിഞ്ഞു. ഞാൻ പെട്ടെന്ന് ഗ്ലൂ വാളിട്ടു. പിറകെ ചെന്ന് സൈഡിലൊരു എനിമി ഉണ്ടെന്ന് തോന്നി. അപ്പോൾ അവന് ഡാമേജ് എടുക്കാൻ നോക്കിയപ്പോൾ അവനും കവറിൽ പോയി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ സൈഡിൽ നിന്നൊരുത്തൻ എന്നെ തീർത്തു. അങ്ങനെ ആദ്യത്തെ കളി തന്നെ നമ്മൾ ഐശ്വര്യമായിട്ട് തോറ്റിരിക്കുന്നത്. അപ്പോൾ അടുത്ത കളിയിൽ ആദ്യത്തെ റൗണ്ട് അവിടെ ഞാൻ കുറച്ച് എനിമീനെ കുറച്ച് ഡാമേജൊക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് റഷ് ചെയ്തതും ഞാൻ അവനെ കണ്ടു. അപ്പോൾ ഗണ്ണിൻ്റെ ഇത് ലോക്കായില്ല. അപ്പോൾ പെട്ടെന്ന് ഗ്ലൂ വാളൊക്കെ ഇട്ട് കയറി ചെന്നതും ഒരുത്തനെ കണ്ടു. അവനെ ഞാൻ മാക്സിമം ഡാമേജ് കൊടുത്ത് നോക്കാക്കി. ബാക്കിയുള്ള എനിമീസിനെല്ലാം നമ്മളെ ടീംമേറ്റ്സ് എല്ലാം കൂടെ ചേർന്നെടുത്തു. അങ്ങനെ ആ റൗണ്ട് നമ്മളെടുത്തു. അടുത്ത റൗണ്ടിൽ ഞാൻ ഇതുവഴി കയറി ചെല്ലാൻ പോയിരുന്നു. അപ്പോൾ സൈഡിൽ ഒരുത്തൻ വന്നു. അവന് മാക്സിമം ഡാമേജ് കൊടുത്തു. അങ്ങനെ ഞാൻ റഷ് ചെയ്ത് കയറി ചെന്നതും എന്നെ സൈഡിൽ നിന്ന് എടുത്ത് അടിച്ച് നോക്കാക്കി. അപ്പോൾ ടീംമേറ്റ് റിവൈവ് ചെയ്തു. ഞാൻ ഇവിടെ ചെന്ന് അവിടെ ഒരാളുണ്ടായിരുന്നു. മാക്സിമം ഡാമേജൊക്കെ കൊടുത്ത് കയറി ചെന്നത് നമ്മളെ ടീംമേറ്റ്സ് എല്ലാവരെയും ഫിനിഷാക്കി. അപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ റിമോട്ടൊക്കെ അടിച്ച് മെസ്സ് അടിച്ചു. അടുത്ത റൗണ്ടിൽ ഞാൻ ക്ലോക്ക് ടവറിൽ നേരെ കയറി ചെന്ന് ഇവിടെ നിന്ന് ഒരു ഡാമേജൊക്കെ കൊടുത്തു. അപ്പോൾ സൈഡിൽ ആരെങ്കിലും വരണം നോക്കാൻ വേണ്ടി നിന്ന് അവിടെ ഗ്ലൂ വാളൊക്കെ ഇട്ട് കവറെടുത്ത് ആരും വന്നില്ല. ഗ്രനേഡൊക്കെ എറിഞ്ഞ് നോക്കി ആരെയും കണ്ടില്ല. അപ്പോൾ അകത്ത് ചാടിയപ്പോൾ 2 പേരുണ്ടായിരുന്നു. ഒരാളെ നോക്ക് ചെയ്ത് ഗ്ലൂ വാളിട്ടു. അപ്പോൾ ഇവിടെ ഫ്ലാഷ് ഫ്രീസ് എറിഞ്ഞത് കുഴപ്പമായിപ്പോയി. അതെനിക്ക് തന്നെ ഇട്ട് കൊണ്ടു. എൻ്റെ ലൈഫ് കുറവായിരുന്നു. ഞാൻ ചാടി ഒരു വെടിയൊക്കെ കൊടുത്തത് അവൻ എന്നെ നോക്കാക്കി. അങ്ങനെ ടീംമേറ്റ് ആ റൗണ്ട് അങ്ങെടുത്തു. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മളെല്ലാവരും കൂടെ ഇവിടെ ക്യാമ്പ് ചെയ്തെടുക്കുകയായിരുന്നു. എനിമീസിനെ ഒന്നും കണ്ടില്ല. അവസാനം വരെ അങ്ങനെ അന്വേഷിച്ച് കറങ്ങി തിരിഞ്ഞ് പിറകെ കൂടെ അവിടം തന്നെ എത്തി. അപ്പോൾ ഇവിടെ 3 പേരുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡ്രാഗൺ ഫ്രീസൊക്കെ എറിഞ്ഞത് ഒരുത്തൻ കയറി വന്നു. അങ്ങനെ ഒരുത്തനെ അങ്ങ് നോക്കാക്കി. പിന്നെ ഇവന് നല്ല ഡാമേജ് ഉണ്ടായിരുന്നു. അവനെ അങ്ങ് ഞെക്കി പിടിച്ച് നോക്കാക്കി. അപ്പോൾ ഒരാൾ ഇവിടെ മെഡിക്കറ്റ് അടിക്കണത് കണ്ടു. അപ്പോൾ ഞാനും അവരും അങ്ങ് താഴെ പോയി. അങ്ങനെ വുക്കോങ്ങൊക്കെ ആയി അവരെ അങ്ങ് ഞെക്കി പിടിച്ചിട്ടു. അങ്ങനെ ആ കളി നമുക്ക്
ഈ എപ്പിസോഡിൽ ആദ്യത്തെ ബൂയായിട്ട് കിട്ടി. അങ്ങനെ അടുത്ത കളിയിൽ ഞാൻ ഇവിടെ കയറി ചെന്നതും ഫുൾ സ്ക്വാഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ വായിന്ന് ഞാൻ ചത്തു. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടും മൂന്നാമത്തെ റൗണ്ടും നമ്മൾ അസലായിട്ട് ചത്തു. അങ്ങനെ അവസാനത്തെ റൗണ്ട് നമ്മളിവിടെ കുറേ നേരം നിന്നിട്ട് ആരെയും കണ്ടില്ല. അങ്ങനെ അവസാനം തിരഞ്ഞു പിടിച്ച് ഒരാളെ കിട്ടി. അങ്ങനെ അവനെ നോക്കാക്കിയതും സൈഡിൽ അടി കിട്ടി. അപ്പോൾ അവന് ഹെഡൊക്കെ കൊടുത്ത് നല്ല ഡാമേജ് കൊടുത്തു. എന്നിട്ട് ബുക്കോങ്ങായി അവനെയും ചെന്നങ്ങ് തീർത്തു. ആ റൗണ്ട് നമ്മളങ്ങെടുത്തു. എന്നിട്ട് ഈ റൗണ്ടിൽ ഒരു സ്നൈപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ടീം ആരെങ്കിലും ഉണ്ടാകും നോക്കാൻ വേണ്ടി ഇരുന്ന് ഇവിടെ നിന്ന് കയറി ചെന്നു. അവിടെ ആരെയും കണ്ടില്ല. അപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൈസൊക്കെ എറിഞ്ഞു. ഒരാൾ ആ വുഡൻ ഹൗസിലും എൽ ഷേപ്പിലും ഇരിക്കണമുണ്ട്. അപ്പോൾ ടീംമേറ്റ്സിന് അതിൻ്റെ ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒരുത്തൻ്റെ തല അതുവഴി കണ്ടു. ഞാൻ അവനെ ഹെഡ് അടിച്ചങ്ങിട്ടു. എന്നിട്ട് ബുക്കോങ്ങായി കയറി ചെന്നപ്പം അവിടെ ഒരുത്തനെ കണ്ട്. അവന് ഡാമേജ് കൊടുക്കാൻ നോക്കി, പറ്റിയില്ല. അങ്ങനെ കില്ലൊക്കെ ഫിനിഷാക്കി കയറി ചെന്നതും പിറകെ നടി കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഗ്ലൂവാളൊക്കെ ഇട്ട് അകത്ത് കയറി അകത്തുള്ള എനിമിക്ക് നല്ല ഡാമേജൊക്കെ കിട്ടും. അങ്ങനെ പെട്ടെന്ന് അവനെ അങ്ങ് നോക്കാക്കി. അങ്ങനെ ആ റൗണ്ട് നമ്മളെ ടീമേറ്റ് എടുത്തു. അപ്പോൾ അടുത്ത റൗണ്ട് ക്ലോക്ക് ടവർ ആയിരുന്നു. ഞാൻ കയറി ചെന്ന് ഗ്രനേഡ് എറിയാൻ നോക്കിയത് അവർ പെട്ടെന്ന് ഗ്ലൂ വാൾ അങ്ങിട്ട്. അങ്ങനെ ഗ്രനേഡൊക്കെ എറിഞ്ഞ് കില്ലെടുക്കാൻ നോക്കി. ഒന്നും നടന്നില്ല. കുറേ പ്രാവശ്യത്തെ തിരച്ചിലിന് ശേഷം മോളിൽ കയറി ചെന്നതും അവിടെ ഫുൾ സ്ക്വാഡും ഉണ്ടായിരുന്നു. അങ്ങനെ ടീംമേറ്റ്സ് എല്ലാം കയറി വന്നതും അവരെല്ലാവരും കൂടെ എല്ലാവരെയും തീർത്ത്. അങ്ങനെ ആ കളി നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് 28 ആക്കാൻ പറ്റിയത്. 28 ആക്കുന്ന കളി നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗൈസ് എല്ലാവരും ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി വരുന്നതായിരിക്കും. എല്ലാവരും ബൈ ബൈ.